ഇന്നു നാം കേൾക്കുവാൻ പോകുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 50 വരെയുള്ള വചനങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 50 വരെയുള്ള വചനങ്ങൾ. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെള്ളയായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്തു പറയേണ്ടു എന്നവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായിരുന്നു. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പെട്ടെന്നവർ ചുറ്റും നോക്കിയപ്പോൾ തങ്ങളോട് കൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവൻ മലയിൽ നിന്നിറങ്ങുമ്പോൾ, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുത് എന്നവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നുള്ളത് എന്ത് എന്ന് അന്യോന്യം തർക്കിച്ചുകൊണ്ട് അവർ ആ വാക്ക് ഉള്ളിൽ സംഗ്രഹിച്ചു. ഏലിയാവ് മുൻപേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ വാദിക്കുന്നത് എന്ത് എന്നവർ ചോദിച്ചു. അതിന് യേശു, ഏലിയാവ് മുൻപേ വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നു. സത്യം, എന്നാൽ മനുഷ്യപുത്രനെക്കുറിച്ച് അവൻ വളരെ കഷ്ടം സഹിക്കുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും എന്നെഴുതിയിരിക്കുന്നത് എങ്ങനെ? ഏലിയാവ് വന്നു, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവർ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചോടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിലൊരുവൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് മരവിച്ചു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നുത്തരം പറഞ്ഞു. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്തു വീണു, നുരച്ചുരണ്ടു. ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്നവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിനക്ക് കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടു പോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വലിച്ചിഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ചതുപോലെയായി. യേശു അവനെ കൈക്കു പിടിച്ചുയർത്തി. അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം
ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതെന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്നവൻ പറഞ്ഞു. അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. അതാരും അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കൊല്ലും. കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ വാക്കവർ ഗ്രഹിച്ചില്ല. അവനോട് ചോദിക്കുവാനോ ഭയപ്പെട്ടു. അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചതെന്ത് എന്നവരോട് ചോദിച്ചു. അവരോ, തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു. അവനിരുന്ന് 12 പേരെയും വിളിച്ച്, ഒരുവൻ മുൻപനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും അവസാനത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്തവരുടെ നടുവിൽ നിർത്തി അരികിൽ അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കായ്കയാൽ ഞങ്ങൾ അവനെ വിലക്കി എന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, അവനെ വിലക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ കഴിയുന്നവൻ ആരുമില്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആകയാൽ ആ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതെ ഇരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവനേറെ നല്ലത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. അംഗഹീനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നുകളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവരെയും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലതു തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തിനെക്കൊണ്ട് അതിനു രസം വരുത്തും? നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പിൻ. ആമേൻ.